RSSന് പച്ച പിന്നെ ഇതല്ലേ അതിന്റെ മുഖം നന്നാക്കുകയല്ലേ ചെയ്തത്. RSSനെ കുറിച്ച് എന്താ പറഞ്ഞത് സ്പീക്കർ? നിങ്ങളെല്ലാം കണ്ടില്ലേ എന്താ പറഞ്ഞത്? അതത്ര അത് ചെറിയ വലിയ പ്രശ്നമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതിന്റെ പ്രശ്നമല്ല. കാരണം RSSന്റെ എല്ലാ സഹായങ്ങളും വാങ്ങിയിട്ടാണ് ഈ ഗവൺമെന്റ് നിൽക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. പിണറായി വിജയനെതിരെ ഒരു കേന്ദ്ര സർക്കാർ ഒന്ന് ചെറുപേരിലനക്കിയാൽ രാജിവെച്ച് പുറത്തു പോകേണ്ടി വരില്ലേ അദ്ദേഹം? എത്ര കേസുണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ? എത്ര പരാതികളുണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ? ഏതെങ്കിലും ഒരു പരാതിയുടെ പേരിൽ കേസെടുക്കാൻ എന്തുകൊണ്ട് BJP സർക്കാർ തയ്യാറാകുന്നില്ല? മറുപടി പറയണം ഈ നാട്ടിലെ ജനങ്ങളോട്. അല്ലെങ്കിൽ ജനങ്ങൾ മറുപടി പറയിപ്പിക്കും. അതാണ് ഇന്ത്യ, അതാണ് ജനാധിപത്യം, അതാണ് മതേതരത്വം. ഞങ്ങള് സംരക്ഷണം നൽകിയെന്ന് പറഞ്ഞ ഒരാളാണ് താങ്കൾ. അത് ആ ഘട്ടത്തിലല്ല. നിങ്ങൾ ഇതും കൂട്ടി പറയുന്ന കാര്യമില്ല. അതിനൊരു പ്രത്യേക സാഹചര്യം അവിടെയുണ്ട്. അത് വർഷങ്ങൾക്ക് മുമ്പ് ചില കുട്ടികളെ സംരക്ഷിക്കാനാണ്, കുട്ടികൾക്ക് തല്ലുകൊള്ളാതിരിക്കാൻ വേണ്ടി എടുത്ത നടപടിയാണ് ഞാനത്. അതൊന്നും രാഷ്ട്രീയത്തിന്റെ തത്വശാസ്ത്രവും അല്ല. അത് പറഞ്ഞ് എന്നെ കൊടുക്കാനെന്ന് നോക്കണ്ട. മനസ്സിലായില്ലേ? അതോടെ വെച്ചേ. ഞങ്ങളും അത് അന്വേഷിക്കുകയാണ് ആരാണെന്ന്. ഞങ്ങളത് അന്വേഷിക്കുകയാണ് ആരാണ് എന്ന് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടെത്തിയിട്ടില്ല. കണ്ടെത്തിയാൽ നിങ്ങളെ കാണും. ഓക്കെ. എനിക്കറിയില്ല, തെളിവ് നമ്മളെ കയ്യിലൊന്നും ഇല്ലല്ലോ. ഇനി നമ്മളത് അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിച്ചിട്ട് നോക്കട്ടെ. അത്ര വലിയ ഗൗരവമൊന്നും ഇല്ല ഇതിനകത്ത്. ആരാണെന്ന് ഒരു ഊഹാപോഹം പോലും ആരും പറഞ്ഞിട്ടില്ല. ആർക്കാ പറഞ്ഞുകൂടാത്ത? ഞാൻ സുധാകരൻ കാണാൻ പോയിരുന്നു. തെളിവില്ലാത്തൊരു കാര്യം പറയുന്നതിന് ഇപ്പം എന്താ കാര്യം? അതിനെന്താ പ്രയാസം? കെ സുധാകരൻ MP RSSകാരനെ കണ്ടു എന്ന് പറഞ്ഞാൽ എനിക്കെന്താ പറയാൻ കഴിയാ? ഞാൻ പോയിട്ടില്ല എന്നല്ലേ പറയാൻ കഴിയൂ? വേറെന്തെങ്കിലും പറയാൻ കഴിയോ? ഇല്ല. നിങ്ങൾ കത്തിക്കുകയും ചെയ്യും. മതിയില്ലേ? എനക്കാരെയും സംശയമില്ല. എനിക്ക് നിങ്ങളെ സംശയം.